ഹായ്, ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ആയി. ഇന്നൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്നായിരുന്നു. പക്ഷേ എൻ്റെ ഹാപ്പിനെസ് ഒക്കെ പോയി. എനിക്ക് നല്ല അടിപൊളി പനിയാണ്. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല, വയ്യ. അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. എങ്ങനെ ഞാൻ പോയി കളിക്കുന്നത് എനിക്ക് ആലോചിക്കാൻ ഫുൾ തലയൊക്കെ വേദന എടുക്കുന്നു. കുറേ ഡോളോ ഞാൻ കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു 2 ദിവസം കൊണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ചെയ്യാൻ പോയാലോ എന്ന് വിചാരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഞാൻ അത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടയേർഡായി പോവോ, ഉറങ്ങിപ്പോവോ, ആ കൺഫ്യൂഷനിലാണുള്ളത്. അപ്പോൾ ബ്ലൗസൊക്കെ കിട്ടിയിട്ടുണ്ട്. കോസ്റ്റ്യൂമൊക്കെ റെഡി ആയപ്പോൾ ബ്ലൗസ് കിട്ടി. അതിന് ഓൾട്രേഷൻ ചെയ്യാനുണ്ട്, ലൂസാണ്. അതിന് പോകണം, സാധനങ്ങൾ എടുത്ത് വയ്ക്കണം. 1 മണിയാകുമ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ 12 സംതിങ് ആയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ബാക്കി ഇനി ഫുള്ളി വീഡിയോ ഫിനിഷ് ചെയ്യില്ലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ മറന്നു പോകും. ഇനി ഞാൻ മേക്കപ്പിനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനിതൊക്കെ മറന്നേ പോകും. എന്നാലും ഓർമ്മയുള്ള സമയത്ത് കുറച്ചായിട്ട് വീഡിയോസ് എടുക്കും. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഞാനിത് മേക്കപ്പൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഇടയിലാണ് ബ്ലൗസ് ഓൾട്രേഷൻ ചെയ്തിട്ടില്ല. ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആര് പോയാലും ഒരു 5 മിനിറ്റിൻ്റെ പണിയല്ലേ ഉള്ളൂ, അർജൻറ്റാണെങ്കിൽ ചെയ്തു തരും. പക്ഷേ ഈ നാട്ടിലൊന്നും അങ്ങനെയല്ല. അവിടുത്തെ ചേച്ചിമാർ ഒരു സഹകരണവും. എന്തോ ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവർ. പറ്റില്ല എന്ന് പറഞ്ഞു വിട്ടേന്നറിയാം. എന്തായാലും ഒരാൾ എനിക്ക് കുറേ അന്വേഷിച്ച് നടന്നൊരു പ്രായമുള്ള ഒരു അമ്മേനെ കിട്ടി. പുള്ളിക്കാരി എന്തായാലും എനിക്ക് ബ്ലൗസൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിന് ഞാൻ ഒരു 100-300 രൂപ ഓട്ടോ ചാർജ് കൊടുത്ത് ലോകം മൊത്തം അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടി. എന്തായാലും മേക്കപ്പൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. മേക്കപ്പ് ചെയ്ത് കണ്ടിട്ട് എനിക്ക് തന്നെ ചെറുതായി പേടിയാവുന്നുണ്ട്. അത്രയും ഭീകര രൂപത്തിലാണ് ഞാനിരിക്കുന്നത്. പിന്നെ ഇതേ മേക്കപ്പിൻ്റെ സമയത്തും എനിക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടായി. ഹെൽപ്പിന് ആളില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് അവിടെ ഉണ്ടായി. ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റത്തെ പ്രോഗ്രാം ആയതുകൊണ്ട് എല്ലാവരും ഒരു ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഒരു രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 8-9 മണിയാകുമ്പോൾ വരാനുള്ളൊരു മൂഡിലായിരുന്നു. അപ്പോൾ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് മേക്കപ്പ് മാൻ എന്നെ കൊണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എനിക്ക് പനിയായതുകൊണ്ട് എനിക്ക് തുമ്മലും അവർ കുറേ തവണ മേക്കപ്പ് പിന്നെയും റൂട്ട് ടച്ചപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതവിടെ പ്രോഗ്രാമൊക്കെ തുടങ്ങി. ഗസ്റ്റ് ആസിഫ് അലി ആയിരുന്നു. പക്ഷെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ ഞാൻ വീഡിയോ പിന്നെ എഡിറ്റ് ചെയ്തതിലിടാനായിട്ട് എടുത്തത്. ഞാനിതൊന്നും കണ്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ ഫസ്റ്റ് പ്രോഗ്രാം ഞങ്ങളുടെ ആയിരുന്നു. അതും പിന്നെ വീഡിയോസൊന്നും അങ്ങനെ മര്യാദയ്ക്ക് എനിക്ക് കിട്ടിയില്ല. വീഡിയോ ഒന്നും ആരും എടുത്തിട്ടില്ല. ഇതൊക്കെ ഞാൻ ലൈവൊന്നും അങ്ങനെയൊക്കെ എടുത്ത വീഡിയോ ലൈവായിട്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ യൂട്യൂബിൽ കിടക്കുന്നതുകൊണ്ട് അതിൽ നിന്നൊക്കെ എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇതെൻ്റെ ലാസ്റ്റത്തെ ഹൈക്കോർട്ടിലെ പ്രോഗ്രാം ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച സമയം ഏകദേശം കഴിഞ്ഞു, 2 വർഷം. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഞാനിനി എന്തായാലും ഇവിടുന്ന് തടി തപ്പാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇനി അടുത്ത പ്ലാൻ എന്താ, അടുത്ത വർഷത്തെ ആനുവൽ ഡേക്കൊന്നും എന്തായാലും ഞാനിവിടെ ഹൈക്കോർട്ടിലില്ല. ഇതെൻ്റെ ലാസ്റ്റ് പ്രോഗ്രാം ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മിക്കവാറും ആയിരിക്കും. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. എൻ്റെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ബൈ.